Good morning, viewers. In the 10th September, market green open so Nifty levels 25,200 on upper levels, downward levels 24,600 on IT stocks ഒക്കെ വാങ്ങിക്കേണ്ട സമയമായിരുന്നു ശരിക്ക്. കാരണം വെച്ചാൽ IT stocks ഒക്കെ വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മോഡിയും US പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം ഇൻഫോസിസ് ബൈബാക്ക് ചെയ്യുന്നത് കണ്ടു. അതുകൊണ്ട് ഇൻഫോസിസിൻ്റെ സ്റ്റോക്കൊക്കെ നന്നായി മൂവ് ചെയ്തു. അതുപോലെ ഖത്തറായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വരുന്നുണ്ട് ഒക്ടോബറിൽ. US ടാരിഫ് എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ 87 ബില്യൻ്റെ നഷ്ടം ഇന്ത്യക്ക് ഉണ്ടാവും. കാരണം അതെന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഒരു 0.5% കുറക്കുന്നതാണ് ഇന്ത്യൻ്റെ ചീഫ് എക്കണോമിക് അഡ്വൈസർ വി ആനന്ദ് നാഗേശ്വരം പറയുന്നത്. സോ അതുപോലെ ഇന്ത്യ എന്ന് വെച്ചാൽ റഷ്യ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വി ആർ നിയർ ടു ദ വിക്ടറി. കാരണം റഷ്യ യുക്രൈനിലുള്ള ഒരു ഇതെല്ലാം ഓയിൽ റിഫൈനറീസും ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസും മിസൈലും ഡ്രോണും വെച്ച് താർത്തിട്ട് ഇന്ത്യ എന്നാണ് ഇപ്പോൾ യുക്രൈൻ ഓയിൽ വാങ്ങിക്കുന്നത്. അത് അമേരിക്ക പറഞ്ഞ് ശരിയാണ്. ഇന്ത്യ ഈസ് ഇമ്പോർട്ടിംഗ് ഓയിൽ ഫ്രം റഷ്യ ആൻഡ് എക്സ്പോർട്ടിംഗ് ഫ്രം ഇന്ത്യ ടു അതർ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ഇറ്റ് ഈസ് എ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് കറക്റ്റിനാണ്. അതുപോലെ ഗോൾഡ് സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ചിട്ട് കടക്കാൻ 3600 റൗണ്ട്സിന് മുകളിൽ ഗോൾഡ് വന്നിട്ടുള്ളത്. കാരണം പ്രധാന കാരണം വെച്ചാൽ ബുധനാഴ്ച ഫെഡിൻ്റെ റേറ്റ് കട്ട് വരുന്നുണ്ട്. ഗോൾഡ് ആൻഡ് സിൽവർ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യാൻ ഇനി സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോൾ കറൻസിൻ്റെ വാല്യൂ കുറയും. കറൻസിൻ്റെ വാല്യൂ കുറയുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടും. അത് നിങ്ങൾക്ക് അറിയാലോ. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ റിസർവ് ബാങ്ക് ഗവർണർ ടെർമിനേറ്റ് ചെയ്യുന്ന പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലാണ് ട്രംപ് ഇപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അത് ഇന്ത്യയിലും കണ്ടിരുന്നത്. നമ്മളെ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ 2 പ്രാവശ്യം ഗവൺമെൻറ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ടെർമിനേറ്റ് ചെയ്തത്. സോ ദിസ് ഈസ് ദാറ്റ് പ്രസിഡന്റ് ഓൾറെഡി പിന്നെ ലിസ കുക്ക് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ബ്ലാക്ക് സെൻട്രൽ ബാങ്ക് ബോർഡ് ഗവർണറെ ടെർമിനേറ്റ് ചെയ്തു. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ പെണ്ണുങ്ങളെ ഷീസ് ഹോൾഡിംഗ് എ ഡോക്ടറേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ക്ലി എന്ന് ചെയ്യുന്നതാണ്. പ്രസിഡന്റ് ഒബാമയുടെ ടൈമിലും ജോ ബൈഡന് അവർക്ക് 2038 ഒരു എക്സ്റ്റൻഷൻ കൊടുത്തായിരുന്നു. സോ എനിവേ ഇപ്പോൾ പവൽ എന്താ പറയുന്നത് വെനസ്ഡേ നോക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം ആലോചന 2 ദിവസം മുമ്പ് എൻ്റെ വീഡിയോ ഞാനൊരു സ്റ്റോക്ക് കൊണ്ടു. ദാറ്റ് ഈസ് കോൾഡ് ഭാരത് ഫോർജ്. ഭാരത് ഫോർജ് ഇന്നലെ 1170 ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 1230, ഏകദേശം 5% ഗെയിൻ ചെയ്തിരുന്നു. എൻ്റെ ഇന്നലത്തെ മെഞ്ഞാത്ത വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും. ഭാരത് ഫോർജ് ഐ വാസ് ടെലിംഗ് എവറിബഡി ടു ദിസ് ഈസ് എ ഗുഡ് സ്റ്റോക്ക്. ബട്ട് എനിവേ ദിസ് ഈസ് നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ. പക്ഷേ ഭാരത് ഫോർജ് നന്നായി ചെയ്യുന്നുണ്ട്. അതുപോലെ സൺ ഫാർമക്ക് ഇന്ന് ഒരു ബാറ്റർ നെഗറ്റീവ് ന്യൂസ് കിട്ടില്ല. ബട്ട് ഐ തിങ്ക് ദീസ് ആർ ദ ടൈം വി ക്യാൻ ബൈ സൺ ഫാർമ. ഇനി ഫാർമയിലൊക്കെ ഗുഡ് ടൈം ഈസ് ഗോയിങ് ടു കം. കാരണം ഫാർമയിൽ ഓൾറെഡി കറക്റ്റ് ആയിരിക്കും. ഫാർമ IT ഈസ് ഓൾറെഡി കറക്റ്റഡ് ആണ്. ഗുഡ് ടൈം ഈസ് ഗോയിങ് ടു കം. അതുപോലെ യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ റിലയൻസ് ഓൾസോ. റിലയൻസ് ഈസ് ഓൾസോ ഗോയിങ് ടു പെർഫോം ഇൻ ദ കമ്മിങ് മന്ത്സ്. റിലയൻസ് ഈസ് ഓൾസോ ഗുഡ് സ്റ്റോക്ക്. പിന്നെ HDFC ബാങ്ക് 2 ദിവസമായി ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് ബാങ്ക് നിഫ്റ്റി എല്ലാം ചെയ്യുന്നുണ്ട്. സോ എനിവേ താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. പ്ലീസ്